നമ്മൾ വീട്ടിലേക്ക് മേടിച്ച മല്ലി കഴുകാൻ വെള്ളം പിടിക്കുകയാണ്. നമ്മളെ വീട്ടിലോട്ട് മല്ലിപ്പൊടി എടുക്കുന്നതെന്ന് വെച്ചാൽ മല്ലി മേടിച്ച് അത് വെള്ളത്തിൽ കഴുകി പിന്നെ ഉണക്കിയിട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഈ മല്ലി നമ്മൾ കഴുകുമ്പോൾ അതിൻ്റെ അകത്ത് നിറച്ചഴുക്കായിരിക്കും. ഇപ്പോൾ കാണുമ്പോൾ നല്ല മല്ലിയായിരിക്കും, വെളുത്തൊക്കെ ഇരിക്കും. നമ്മൾ വിചാരിക്കും വലിയ പൊടിയോ അഴുക്കൊന്നും കാണുന്നത്. പക്ഷേ അത് നമ്മൾ കഴുകി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു അഴുക്കും പൊടിയൊക്കെ നമ്മൾ ആ വെള്ളത്തിൽ കാണുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ എപ്പോഴും ഇങ്ങനെ മല്ലിയും മുളകൊക്കെ ഇങ്ങനെ മേടിച്ച് നമ്മൾ കഴുകി ഉണക്കിയാണ് എടുക്കാറുള്ളത്. കഴിയുമ്പോൾ അതിൻ്റെ അഴുക്ക് ആ വെള്ളത്തിൽ നമുക്ക് കാണാം. 2-3 തവണ കഴുകിയാൽ മാത്രമേ ഇത് മൊത്തത്തിൽ പോകാമെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു ഇതെല്ലാം പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ കഴുകുന്ന ആ പാത്രം ഉണ്ടല്ലോ, ഈ വഴിയോരത്തുനിന്ന് മേടിച്ചാണ്. ഈ കഴുകാൻ വെച്ചേക്കുന്ന ആ ഒരു കറുത്ത പാത്രം, അത് 150 രൂപയ്ക്ക് റോഡിലൊക്കെ ഇങ്ങനെ കിട്ടത്തില്ലേ, അങ്ങനെ മേടിച്ച പാത്രമാണ്. നല്ലതാണ്. ഈ മല്ലിയുടെ അഴുക്ക് കണ്ടില്ലേ, മല്ലിയിൽ മൊത്തം ആ ഒരു അഴുക്ക്. ആദ്യത്തെ കഴുകിലാണ് നമുക്ക് ഇത്ര അഴുക്കായിട്ട് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ കഴുകിലൊക്കെ 2-3 കഴിയുമ്പോഴത്തേക്കും ഒരുവിധം ആ ഒരു വെള്ളം തെളിഞ്ഞ് വരുന്നതായിരിക്കും. മൊത്തം മല്ലി നമുക്കിങ്ങനെ ഇതുപോലൊരു കണ്ണാപ്പ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കഴുകി കോരിങ്ങെടുക്കാം. പിന്നെ ആ മേളിൽ പൊങ്ങിക്കിടക്കുന്ന ആ മല്ലിയൊക്കെ കുറച്ചിങ്ങ് വരാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് എന്നിട്ട് പിന്നെ അടിയിൽ കിടക്കുന്ന മണ്ണ് കാണും അതിൻ്റെ അടിയിൽ, അത് പിന്നെ കളയത്തേ ഉള്ളൂ. പിന്നെ ഇത് കഴുകി കൊണ്ടുപോയി ഉണക്കി നല്ല വെയിലത്തിട്ട് ഉണക്കി, നല്ല വെയിലാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ അങ്ങ് ഉണങ്ങി കിട്ടും. ഇത്രയേ ഉള്ളൂ.